കുരിശ് കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പണ്ടെന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. സാധുവായ അടികളെ കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇന്ന് രാത്രികാലം സഹായിച്ചല്ലോ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുടുംബമായി കർത്താവിന്റെ ശുശ്രൂഷയിൽ അധികം പ്രയോജനപ്പെട്ടതിന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. തുടർന്ന് നമുക്ക് സങ്കീർത്തന വായിച്ച് അതിൽ നിന്ന് പ്രബോധനം കേൾക്കാനായിട്ട് നമ്മുടെ മധ്യത്തിൽ ബഹുമാനപ്പെട്ട പാസ്റ്റർ ത്യാഗേഷ് ചെറിയാനുണ്ടല്ലോ. വളരെ സ്നേഹം ബഹുമാനത്തോടെ തുടർന്നുള്ള 10 മിനിറ്റ് സമയം സങ്കീർത്തന പ്രബോധനത്തിനായിട്ട് ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ധ്യാസമയം സഭായോഗമായി കൂടുവാൻ കർത്താവ് നൽകിയ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈ 2025 വർഷം ഏപ്രിൽ മാസത്തിന് അവസാനത്തെ ഞായറാഴ്ച സന്ധ്യാസമയം ഈ 27-ാം ദിവസം ദൈവസന്നിധിയിൽ ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് നൽകുന്ന എല്ലാ കൃപയ്ക്കായി സ്തുതിക്കുന്നു. റീമ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്വതം പ്രവർത്തകരെയും കൃത്യമായി കർത്താവ് ദാസി ജയകുമാരി സോരിക്കായി സ്വതം ചെയ്യുന്ന കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്വതന്ത്രം വീണ്ടും കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കട്ടെ, സഹായിക്കട്ടെ. എന്നുവരെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരും നടത്തിയല്ലോ. കർത്താവിൻ്റെ ഉള്ളംകൈയിൽ കർത്താവ് വഹിച്ചനായി സ്തോത്രം ചെയ്യുന്ന കർത്താവിൻ്റെ സംരക്ഷണം അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചനായി സ്തുതിക്കുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിനെ സ്തുതിക്കുവാൻ ഇന്നത്തെ യോഗം യാദൃശ്യമാണെങ്കിൽ തന്നെ യാദൃശ്യമല്ല, ദൈവസന്നിധി കർത്താവൊക്കെ മുമ്പേ വെച്ച കാര്യമാണ്. ഇന്ന് സിസ്റ്ററിനെ ലീഡ് ചെയ്യണമെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് എഴുതി വെച്ച കാര്യമാണ്. അതുകൊണ്ട് സിസ്റ്ററിനെ ഇന്ന് ലീഡ് ചെയ്യുന്ന ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബലപ്പെടുത്തട്ടെ, ശക്തിയിരിക്കട്ടെ. ആത്മാവിൽ പാടി സ്തുതിപ്പാൻ സ്വതന്ത്രം സൗമ്യ സിസ്റ്ററേയും കർത്താവ് ബലപ്പെടുത്തിയത് തന്നോട് കൂടെ ചേർന്ന് നമുക്കും ആ സ്ഥാനത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കർത്താവ് നൽകിയ എല്ലാ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആ കുടുംബത്തെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ വചനചിന്തയ്ക്കായി സംഗീത പ്രബോധനമായിട്ടും ചില വാക്കുകൾ വായിച്ച് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതിന് ശേഷം വചന ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താദാസൻ മാത്യു റോയ് സോദരനായി സ്വതം കുടുംബമായി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൈദരാബാദിൽ അവരെ ജോലിക്കായി തൻ്റെ ശാരീരിക പ്രയാസങ്ങൾ അതുപോലെ സുശേഷ വേലയോടുള്ള തൻ്റെ എല്ലാ താല്പര്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി തീർക്കട്ടെ. നാം ഇന്ന് കൂടി വന്നിരിക്കുന്നത് നമുക്കെല്ലാം അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം. ഈ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയും ദിവസം ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് നൽകുന്ന എല്ലാ കൃപയ്ക്കായി സ്തുതിക്കുന്നു. സങ്കീർത്തനങ്ങൾ 22-ന്റെ വലിയൊരു അധ്യായമാണെങ്കിൽ തന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് 7 വാക്യങ്ങൾ മാത്രം, തുടക്കത്തിലെ സങ്കീർത്തനങ്ങൾ 22-ന്റെ 1 മുതൽ 7 വാക്യങ്ങൾ മാത്രം വായിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വായിക്കുകയാണ് സങ്കീർത്തനങ്ങൾ 22-ന്റെ 1 മുതൽ. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞെരുക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്ത്? എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരം അരുളുന്നില്ല. രാത്രി കാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയുമില്ല. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്കൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. മനുഷ്യരുടെ ധിക്കാരവും ജനത്തിൻ്റെ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. അവർ അധരം മലർത്തി തല കുലുക്കുന്നു. സ്തോത്രം. 7 വാക്യങ്ങൾ ദാവീദ് രാജാവ് എഴുതിയ ഒരു സങ്കീർത്തനമാകുന്നു എന്ന് വ്യക്തമായി നമ്മൾ തലക്കെട്ടിലുണ്ട്. സ്തോത്രം. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചൊരു കാര്യമാണ്. താൻ അനുഭവിക്കുന്നതിന് മുമ്പേ യേശുക്രിസ്തു ഇത് സ്തോത്രം അത് യേശുക്രിസ്തുവും പിതാവായ ദൈവം ഒരുമിച്ച് തീരുമാനിച്ച കാര്യമാണ്. യേശു ഇതിനു ശേഷം ആണ്ടുകൾക്ക് ശേഷം അനുഭവിക്കും മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ ഒരു മശീയ സങ്കീർത്തനമാകുന്നുവല്ലോ. സ്തോത്രം. അപ്പോൾ കർത്താവായ യേശു താൻ തന്നെ അരുളി ചെയ്ത അതേ വാക്കുകളാണ്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ആണ്ടുകൾക്ക് ശേഷം യേശുക്രിസ്തു പറയാൻ പോകുന്ന അതേ വാക്യങ്ങൾ ദാവീദ് രാജാവിനെ കൊണ്ട് ആത്മാവിൽ പിതാവായ ദൈവം അതേ സ്തോത്രം ഒരു അനുഭവം കൊടുത്ത് തന്നെ കൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിപ്പിച്ചു. ആ പ്രാർത്ഥനകളൊന്നും വെറുതെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. നമുക്കൊരു അനുഭവം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ദൈവമക്കൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളെല്ലാം അതെല്ലാം മുൻപ് കൂട്ടി ദൈവത്തിന് അറിയാം. ഇതെല്ലാം യേശുക്രിസ്തു താൻ തന്നെ അനുഭവിച്ചതാകുന്നു. മാത്രമല്ല നമ്മെ അതിൽ കൂടി കടത്തി വിടുന്നത് യേശുക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് ഒരു പങ്കാളിയായി തീരാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, സ്തോത്രം. വചനം പറയുമ്പോൾ നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. നാം സ്വന്തം കഷ്ടം അനുഭവിക്കുകയല്ല, ഉപരിയായി യേശു ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളോട് നാം അനുരൂപരായി തീരുവാൻ, ഞാനും നിങ്ങളും പങ്കാളിയായി തീരാൻ വേണ്ടിയാണ് ദൈവം ഈ പദ്ധതിയെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നത്. സ്തോത്രം. പലരും പറയുന്നത് അതേ കർത്താവ് കഷ്ടപ്പെട്ട പോലെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അല്ല. സ്തോത്രം. പിന്നെയോ കർത്താവ് കഷ്ടപ്പെട്ടതുപോലെ അതിനൊരു അംശമായിത്തീരാൻ വേണ്ടിയാണ് നമുക്ക് സൗഭാഗ്യം ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന് വലിയൊരു ദൈവിക ഉദ്ദേശമുണ്ട്. അത് അപ്പോസ്തലൻ പത്രോസ് തൻ്റെ ലേഖനത്തിൽ ശക്തമായി അത് വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ പിന്നാലെ വായിപ്പിക്കാം. സ്തോത്രം. അപ്പോൾ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ട് പോകുന്ന അനുഭവങ്ങൾ യേശു ക്രിസ്തു, സ്തോത്രം, അത് പിതാവായ ദൈവത്തോട് പിതാവേയും ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്, അങ്ങ് എന്നെ കൈവിട്ടത് എന്ത്? സ്തോത്രം. അവർ തീരുമാനിച്ച കാര്യമാണ്. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പാപം ഇല്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ എന്ന് പൗലോസ് പറയാണ്. അങ്ങനെയുള്ള യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി യാഗമായി തീർന്നു. സ്തോത്രം. അതേ കുഞ്ഞാടിൻ്റെ മേൽ, സ്തോത്രം, അതേ മനുഷ്യൻ, ഹല്ലേലൂയ, അതേ അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, സ്തോത്രം, ഒരു കുഞ്ഞാടിനെ അറക്കുന്നത് പോലെ, അതേ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മിണ്ടാതിരുന്ന് കഷ്ടം അനുഭവിച്ചു. ഇന്ന് പകലും, സ്തോത്രം, ഞങ്ങൾ പോയ സഭയിൽ കത്രമേശ ഉണ്ടായിരുന്നു. 6 കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടു. സ്തോത്രം. ആ കത്രമേശ, ഹല്ലേലൂയ, അവിടെയും ഞാൻ സ്വന്തം പങ്കുവെച്ച വാചകങ്ങളാണ് ഇന്ന് നിങ്ങളോടും പങ്കുവെക്കുന്നത്. അത് ഓരോ കത്രമേശ, ഞാനോട് പറഞ്ഞു, ഓരോ കത്രമേശയിലും ഓർക്കേണ്ട കാര്യമല്ല, ഒരു ഭക്തൻ, പ്രൈസ് ദി ലോർഡ്, ഒരു വിശ്വാസി എന്നും ഓർക്കേണ്ട കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ സത്യാഗപരമായ മരണം. സ്തോത്രം. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുകൊണ്ടാണ് എൻ്റെ ശാപങ്ങൾ നീങ്ങിപ്പോയത്, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടത്, എൻ്റെ രോഗങ്ങൾക്ക് സൗഖ്യം വന്നത്. സ്തോത്രം. അതിനുവേണ്ടി വില കൊടുത്തത് പിതാവായ ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ പുത്രനെ കൊടുത്തു. പോരാ, സ്തോത്രം, പുത്രൻ സ്വയമായി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് ഗലാത്യ സഭയ്ക്ക് എഴുതുമ്പോൾ പൗലോസ് വ്യക്തമായി സ്പഷ്ടമായി പറയാണ്. രണ്ടുപേരും ഏൽപ്പിച്ചു കൊടുത്തു. പിതാവ് പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു, പുത്രൻ സ്വയമായി ഏൽപ്പിച്ചു കൊടുത്തു. ആരുടെ നിർബന്ധത്താലല്ല, സ്വയം. എന്തിനു വേണ്ടി? എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ നിത്യജീവനിലേക്ക് ആക്കി തീർക്കുവാൻ, അല്ലെങ്കിൽ ആ സ്വർഗീയ സന്തോഷം, സമാധാനം അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാൻ നമ്മുടെ ഉള്ളിൽ പകരുവാൻ, നാം ദൈവസഭയുടെ അംഗമായി തീരുവാൻ, നാം ജീവനുള്ള കള്ളുകളായി അതേ പണിയപ്പെടുവാൻ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച കൃപയ്ക്കായി സ്തോത്രം. ആ സ്വർഗീയ വിളി, ആ പരമ വിളിയാൽ, ആ വിശുദ്ധ വിളിയാൽ നാം വീണ്ടും വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവം നമ്മൾ കാണിച്ച് കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതേ ഇവിടെ ദാവീദ് രാജാവായിട്ട്, ഓർക്കണം, താൻ രാജാവാണ്. പക്ഷെ രാജാവായിട്ടും തൻ്റെ ജീവിതത്തിന് അനേക ശരീരത്തിൽ കഷ്ടങ്ങളുണ്ടായിരുന്നു. തനിക്ക് തൻ്റെ സ്വന്തം മകൻ, താൻ ഏറ്റവും സ്നേഹിച്ച 4ാമത്തെ മകന് അബ്ശാലോം തനിക്കെതിരായി തീർന്നു, തന്നെ കൊല്ലുവാൻ തക്കണം, തന്നെ അത് നായ പോലെ അപ്പനെ ഓടിച്ചിട്ട ഒരു മകൻ. തൻ്റെ സ്വന്തം ഭാര്യ മീഖൾ പലപ്പോഴും തന്നെ നിന്ദിക്കുന്ന അനുഭവങ്ങൾ ദാവീദിനുണ്ടായിരുന്നു. അപ്പനും അമ്മയും തന്നെ സ്നേഹിച്ചില്ല, സഹോദരന്മാർ തന്നെ വേണ്ടുവണ്ണം സ്നേഹിച്ചില്ല. അങ്ങനെ ഒരു മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്, രാജാവായി തീർന്നിട്ടും അതേ കഷ്ടങ്ങൾക്കൊരു കുറവില്ല. ഏത് ജനത്തിനു വേണ്ടി താൻ രാജ്യഭാരം ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി യുദ്ധങ്ങൾ ചെയ്തോ, അതേ മനുഷ്യൻ, അതേ ജനം തനിക്ക് എതിരായി തീർന്ന് കല്ലെറിയുന്ന അനുഭവങ്ങളും തനിക്ക് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ രാജാവ് ഇവിടെ പറയാൻ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? സ്തോത്രം. അതേ 5-ാം വാക്യം, അവർ താൻ പറയുകയാണത്, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അപ്പം തന്നിൽ ആശ്രയിക്കുന്നവരെ വിടുവിക്കുന്ന ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെ, നമ്മുടെ കഷ്ടങ്ങൾ നാം കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ഇന്നയോളം നാം ആശ്രയിച്ചു വിടുതൽ പ്രാപിച്ച ജീവിതങ്ങളാണല്ലോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവ് നമ്മൾ എന്നും, അതെ, അവർ നിന്നോട് നിലവിളിച്ചു, അവർ രക്ഷ പ്രാപിച്ചു, അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഏത് ലജ്ജയാണ്? മനുഷ്യൻ മരിച്ചു പോകുന്നതോ ഒരു രോഗം വരുന്നത് അല്ല, ഉപരിയായി മരണം വന്നിട്ടോ രോഗം വന്നിട്ടോ നിലനിൽക്കുന്നതാണ് ഏറ്റവും കാര്യം. ആ രോഗം വന്നിട്ടും മരണം വന്നിട്ടും ഭവനത്തിൽ കുടുംബക്കാരെ മരണം സംഭവിച്ചിട്ടും അത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ഏറ്റവും വലിയ സ്തോത്രം. അതിനോട് ചേർന്നത് 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം അപ്പോസ്തലൻ പത്രോസ് വളരെ ശക്തമായി വ്യക്തമായി പറയുന്ന കാര്യമാണ്. 1 പത്രോസ് 1-ന്റെ 10-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് അത് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ, അതേ ആത്മാവ്, ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുൻകൂട്ടി
സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല പിന്നെയോ നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു വന്നു. പ്രൈസ് ലോർഡ്. അവർക്ക് വെളിപ്പെട്ടു വന്ന കാര്യം എന്താണ്? സ്തോത്രം. നമുക്കായിട്ടാണ് അവർ ആ ശുശ്രൂഷ ചെയ്യുന്നത്. ഏത് ശുശ്രൂഷ? ദാവീദ് രാജാവ് കഷ്ടം അനുഭവിച്ചത്, നിന്ന അനുഭവിച്ചത്, അത് യെരമ്യാവ്, യെശയ്യാവ്, സ്തോത്രം, അത് ദെബോര, ഹന്ന, ഇവരെല്ലാം കഷ്ടം അനുഭവിച്ചതും ഇവർ അത് പീഡ അനുഭവിച്ചതും അത് നിന്ദിക്കപ്പെട്ടതെല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് അവരെ കൊണ്ട് ദൈവം ഹല്ലേലൂയ പാട്ടുകൾ പാടിച്ചത്. ഏത്? അവരെ നിന്നയുടെ നടുവിൽ, അവരെ കുത്തുവാക്കുകൾ കേൾക്കുന്ന നടുവിൽ, അത് കഷ്ടം അനുഭവിക്കുന്ന നടുവിലും അവർ കർത്താവിൽ ആശ്രയിച്ച് അവർ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ലോർഡ്. അവരുടെ ആ ധൈര്യം നിമിത്തം, സ്തോത്രം, അത് ആ ധൈര്യമാണ് നമ്മൾ ഇന്ന് വായിച്ച് ധൈര്യം പ്രാപിക്കുന്നത്. പ്രൈസ് ലോർഡ്. അവിടെ വചനം പത്രോസ് വ്യക്തമായി പറയുന്നു, അവർ തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ട് അത്രേ ആ ശുശ്രൂഷ ചെയ്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതുകൊണ്ട് ഇന്ന് ഈ സന്ധ്യാസമയം ഞാൻ ഓർപ്പിക്കട്ടെ. പ്രൈസ് ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ അത് ദൈവമക്കളെ ഹല്ലേലൂയ നാം വിളിക്കുന്ന, അത് വിളിച്ചപേക്ഷിച്ചപ്പോഴൊക്കെയും കർത്താവ് നമുക്ക് സമീപസ്ഥനായിരുന്നു. അവൻ നമ്മളെ വിടുവിച്ചു, നാം രക്ഷ പ്രാപിച്ചു. എന്തിനു വേണ്ടിയാണ്? നമുക്ക് അത് പിൻവരുന്ന തലമുറയുണ്ട്. അല്ല, നമുക്ക് ഇപ്പോഴുള്ള തലമുറ, ഈ തലമുറയ്ക്ക് വേണ്ടി നാം ചിലവൊക്കെ കഷ്ടം അനുഭവിക്കണം. നാം കഷ്ടം അനുഭവിക്കുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് ആശ്വാസം തരുന്നത് നമുക്ക് വേണ്ടിയും നമ്മുടെ ഈ തലമുറയ്ക്ക് വേണ്ടി ആകുന്നു. സ്തോത്രം. നാം കഷ്ടം അനുഭവിച്ചാലേ, ഒരു രോഗാവസ്ഥയിൽ കൂടി കടന്നു പോയാലേ, ഒരു നിന്ന അനുഭവിച്ചാലേ, ഒരു പീഡ അനുഭവിച്ചാലേ അത് ഗുണമായി അനുഗ്രഹമായി തീരത്തുള്ളൂ. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. എന്ത് സംഭവിക്കുമ്പോഴും കർത്താവ് ഇത് വേണ്ടാന്ന് ഒരിക്കലും പറയാതെ അത് ഒരു ശുശ്രൂഷയാണല്ലോ എന്ന് മനസ്സിലാക്കി, ഒരു ശുശ്രൂഷയാണ് നാം ചെയ്യുന്നത്, ഞാൻ നിങ്ങളും ചെയ്യുന്നത്. അതേ കഷ്ടം അനുഭവിക്കുന്ന ശുശ്രൂഷയാകുന്നു. രോഗം അനുഭവിക്കുന്നത്, രോഗം സഹിക്കുന്ന ഒരു ശുശ്രൂഷയാകുന്നു. എന്തിനു വേണ്ടിയാണ്? അടുത്തൊരു തലമുറയെ വാർത്തെടുക്കുവാൻ, അവരൊന്ന് ബലപ്പെടുത്തുവാൻ, അവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ. സ്തോത്രം. അത് നമ്മൾ ഉള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ഹല്ലേലൂയ അത് ചെയ്യിപ്പിക്കുകയാണ്. അതോർത്ത് സ്തോത്രം ചെയ്യുന്നത്. പിതാക്കന്മാരെ കൊണ്ട്, പ്രവാചകന്മാരെ കൊണ്ട്, പ്രവാചികളെ കൊണ്ട് രാജാക്കന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുമെങ്കിൽ ഇന്ന് സന്ധ്യാസമയം നമ്മളെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് സ്തോത്രം? എന്റെ അനിത്യ സ്നേഹ ആഴം ഒന്നും കൂടെ നീയും ഞാൻ അനുഭവിക്കാൻ വേണ്ടിയാണ് ഉപേക്ഷിക്കാത്ത കർത്താവ് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈ വചനങ്ങളാൽ നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ട സമയം നൽകിയ മിനിസ്ട്രിയുടെ പ്രവർത്തകരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.